ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ മനോരമ അവസാന വാക്ക് പറയാണ്, ആ ദരിദ്രവാസി പെണ്ണിനെ എൻ്റെ മരുമകളാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ഉറപ്പ് പറയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല, എങ്കിലും നീ ഒരു കാര്യം ഓർത്താൻ നന്ന് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പഴയ കഥ പറയാണ്. അപ്പോൾ എൻ്റെ മോൻ ഒരു പെൺകുട്ടിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അവളുടെ വീട് കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു കർക്കിടക മഴയത്താണ് അവൻ എൻ്റെ മോൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഞാൻ കണ്ട അവസ്ഥ, ഓടൊക്കെ പൊട്ടി നിലം പതിച്ച് നിൽക്കാറാവുന്ന ഒരു ചെറിയ വീട്, അതിൽ പിഞ്ഞ് കീറി ആകെ പൊളിഞ്ഞ ഒരു സാരി എടുത്തിട്ടുള്ളൊരു ഒരു പെൺകുട്ടിനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ഒരു നോട്ടം കൊണ്ട് ചോദിച്ചു, ഈ ബന്ധം നമുക്ക് വേണോ മോനെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്, അമ്മേ അവൾ സമ്പത്തൊന്നും ഇല്ലെങ്കിലും അവളൊരു സാധു പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. അന്ന് ഞാനും നീ ഈ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ ഈ സ്ഥാനത്ത് ഇവിടെ നിൽക്കൂലായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് ആകെ ഒരു നാണക്കേടൊക്കെ പോലെ തോന്നുകയാണ്. അപ്പം മനോരമ പറയാണ്, ആഹാ നിങ്ങൾ പഴയ കഥകളൊക്കെ പറയുകയാണോ, എങ്കിൽ ഞാനും ഓൾഡ് സ്റ്റോറി ടെല്ലാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. അതെ, ഞാൻ ഈ വീട്ടിൽ മരുമകളായി വന്നതിന് ശേഷമാണ് ഈ സായിറാം കുടുംബം ഇങ്ങനെയായത്. അതിനു മുമ്പ് ആ സായിറാം കുടുംബം എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോഴാണ് ഈ സമ്പത്തും മുതലൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ പറയുകയാണേ. അതിന് മനോരമയും പറയാണ് കേട്ടോ. അതിന് അവസാനം മോഹനം പറയാണ്, എനിക്കിനി ഒന്നും നോക്കാനില്ല, ഞാൻ എന്തായാലും എൻ്റെ മോൻ്റെ ഇഷ്ടത്തിന് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. ആഹാ, മോനേട്ട സമ്മതിച്ചോ, പക്ഷെ ഞാൻ സമ്മതിക്കുന്നു വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ സമ്മതിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാൻ പറയുകയാണേ. അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അപ്പം ആഹാ, എന്നോട് ഇറങ്ങിപ്പോക്കോളാനേ, എന്നാൽ പിന്നെ ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ റൂമിൽ പോയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വേഗം തന്നെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അഞ്ജലിയും ലാവണ്യൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്കിളിൻ്റെ ദേഷ്യത്തിന് പറഞ്ഞതാണ്, ആൻറ്റി പോകരുതെന്നൊക്കെ പറയണ്ടേ. അപ്പം പക്ഷേ മനോരമ നിൽക്കുന്നില്ല. ഇല്ല, എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാത്ത സ്ഥലത്ത് ഞാൻ നിൽക്കില്ല, എൻ്റെ ഹസ്ബൻഡും എന്നെ വേണ്ടാന്ന് വെച്ചു, എൻ്റെ മോനും എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഒരു എണ്ണി പറിക്കാണ്ട് വേഗം തന്നെ പോകാണ്. അവിടേക്ക് ശ്രുതി വരികയാണ്. ശ്രുതി മാത്രമല്ല അശ്വിനും കൂടെ വരികയാണ്. അപ്പം മനോരമ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ ശ്രുതി അശ്വിനോട് പറയുകയാണ്, സാർ ഈ സമയത്തെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രശ്നം ആകെ വഷളാവും. മനോരമയുടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കൂല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂല എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ അശ്വിൻ ഇങ്ങനെ പതുക്കനെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും മനോരമ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് പറയാം, ദൈവമേ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണേ. അപ്പം അശ്വിനെ കാണുമ്പോൾ വരുന്നുണ്ട് എന്ന് പറയുന്നിട്ട് അവിടെ നിൽക്കുകയാണേ. കരഞ്ഞുകൊണ്ട് എന്നെ അഭിനയിച്ച് നിൽക്കുകയാണേ. അപ്പോൾ അശ്വിന് വന്നിട്ട് ആൻറ്റി എന്ന് പറയുകയാണേ. ഇല്ല കുഞ്ഞാ, അശ്വിൻ ബേബി എന്നെ തിരിച്ച് വിളിക്കേണ്ട, ഞാൻ വരില്ല എന്നൊക്കെ പറയുകയാണേ. ആൻറ്റി ഇപ്പോൾ ഈ എടുത്ത തീരുമാനത്തിൽ തെറ്റൊന്നും ഞാൻ പറയൂല എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് മനോരമേ എന്ന് പറഞ്ഞിട്ട് നോക്കണം, വിളിക്കാൻ വന്നതല്ലേ എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണേ. എന്നിട്ട് പറയാണ്, അതിൻ്റെ ഒരു പണക്കാരി പെൺകുട്ടിനെ മരുമകളായിട്ട് കിട്ടാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ആകാശ് സ്നേഹിച്ചത് സാധാരണ ഒരു പെൺകുട്ടിയാണ്. എന്തായാലും ആൻറ്റിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആൻറ്റിക്ക് ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല, ആൻറ്റിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. സായിറാം കുടുംബത്തിൻ്റെ മരുമകൾ എന്നുള്ള സ്ഥാനം പോകും, മുത്തശ്ശേരി മരുമകൾ എന്നുള്ള സ്ഥാനം പോകും, സ്വത്തും മുതലൊക്കെ പോകും. പിന്നെ ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ട് ആകാശ് പ്രീതിന് വിവാഹം കഴിക്കാണ്ടിരിക്കുകയില്ല, ആകാശ് പ്രീതിന് വിവാഹം കഴിക്കുകയും ചെയ്യും. പിന്നെ തൻ്റെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാത്ത ഒരു അമ്മനെ പിന്നെ ഇനി ആകാശ് സ്നേഹിക്കുമോ? അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിന്നൊരു ഭാര്യനെ മോഹനങ്ങൾ സ്നേഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ മുത്തശ്ശിയും ഒരു മരുമകളായിട്ട് ഇനി ആൻറ്റിനെ അംഗീകരിക്കില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആൻറ്റിക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ ആൻറ്റി നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിവാഹത്തിന് സംബന്ധിച്ച് ഈ വീട്ടിൽ നിൽക്കണോ അത് ഇറങ്ങി പോകണോ എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മനോരമയ്ക്ക് ഈ ചെറുക്കൻ പറയണത് ശരിയാണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയും, അശ്വിൻ ബേബി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം എന്നൊക്കെ പറയുകയാണേ. പക്ഷെ ഒരിക്കലും അവളെ മരുമകളായിട്ട് അംഗീകരിക്കാനൊന്നും എനിക്ക് പറ്റൂല എന്ന് പറയുകയാണേ. ആൻറ്റി എന്തായാലും തിരികെ വാ എന്ന് പറഞ്ഞിട്ട് അശ്വിനകത്തേക്ക് പോകും. അപ്പോൾ അശ്വിൻ്റെ പിന്നിൽ കൂടെ അശ്വിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ മനോരമ. അങ്ങനെ മനോരമ അകത്തേക്ക് കയറി പോകുമ്പോൾ ശ്രുതി അശ്വിനോട് അങ്ങനെ തനിച്ചാകുമ്പോൾ പറയണ, എന്തായാലും സാറിന് സെൻറ്റിമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ അറിയുമല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. സെൻറ്റിമെൻറ്റലായിട്ടൊക്കെ സംസാരിക്കാൻ അറിയല്ലേ, എന്താ മനോരമ മേഡത്തിന് തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. ആര് പറഞ്ഞു സെൻറ്റിമെൻറ്റലായിട്ടാണ് സംസാരിച്ചതെന്ന്? ഞാൻ എൻ്റെ രീതിയിലാണ് സംസാരിച്ചത്, നീ പറഞ്ഞ പോലെ പറയായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞ, എന്തായാലും സാറില്ല, ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മനോരമ അകത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ ഭഗവാനെ,
എല്ലാം ഇനി മംഗളമായിട്ട് നടത്താലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി ലാവണ്യം കൂടിയിട്ട് ആകാശിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ആകാശിൻ്റെ അടുത്തേക്ക് ലാവണ്യം അതുപോലെ തന്നെ അഞ്ജലിയും ചെന്നിട്ട് പറയുകയാണ് എന്തായാലും മുത്തശ്ശിക്കും കൂടി ഈ കല്യാണത്തിനൊന്നും സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് ആകാശിനെ പറ്റിക്കുകയാണ് കേട്ടോ. മുത്തശ്ശിക്ക് സമ്മതമല്ല, അപ്പോൾ ചേച്ചിയല്ലേ പറഞ്ഞത് മുത്തശ്ശിക്ക് സമ്മതമാണെന്ന്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ പറയണത് സമ്മതമല്ല എന്നാണ്. നീ എന്തായാലും വാ എന്ന് പറയും. എന്തിനാണ് പിന്നെ എന്നെ വിളിച്ച് വരുത്തിയത്? ആർക്കും സമ്മതമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്? എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോഴത്തേക്കും പിടിച്ച് വലിച്ച് അഞ്ജലി അകത്തേക്ക് കൊണ്ടുചെല്ലാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്നൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആകാശിന് മുത്തശ്ശി എല്ലാവരും സമ്മതമാണെന്നുള്ള കാര്യം പറയുന്നത്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൊള്ളാം, അമ്മയും കൊള്ളാം മോനും കൊള്ളാം, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മോൻ ഇറങ്ങിപ്പോയി, അമ്മയെ ഇറങ്ങിപ്പോയി. ഇതൊക്കെ നല്ല കാര്യങ്ങളൊന്നുമല്ല, നിനക്ക് ഇതിനുള്ള പണിഷ്മെൻറ്റ് ഞാൻ തരുന്നുണ്ടെന്ന് ആകാശിനോട് പറയുകയാണേ. എന്തായാലും നിൻ്റെ അമ്മ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലൊരു പെൺകുട്ടിനെ നീ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് അവൾ കുറച്ച് വിഷമിച്ചു. അല്ലാതെ അതും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? എന്തായാലും നിൻ്റെ പ്രസവിച്ച അമ്മയല്ല അത് എന്ന് ചോദിക്കുമ്പോൾ മനോരമ ഇങ്ങനെ മുഖം ചുളിച്ചിട്ട് ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് സങ്കടത്തോട് കൂടിയിട്ട് ആകാശം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആകാശം ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മനോരമനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പറയണേ, തോളിക്കൂടെ ഒക്കെ കൈവച്ചിട്ട് പറയണം, അമ്മേ സോറി അമ്മേ, പ്രീതി അല്ലാതെ വേറൊരു പെൺകുട്ടീനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയൂല അമ്മേ എന്ന് പറയുകയാണേ. ശരി സൺ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിൻ്റെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് ഞാൻ വില കൽപ്പിക്കുന്നത്, ഇനിയിപ്പോൾ അത് തന്നെ നടക്കട്ടെ എന്ന് മനോരമയും പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നാളെ തന്നെ, മുത്തശ്ശിയല്ല അഞ്ജലി പറയുകയാണ്, നാളെ തന്നെ നമുക്ക് ഇനി ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്താം. എന്തായാലും ശ്രുതിയോട് പറയുകയാണ്, ഇനിയിപ്പോൾ ഒരിക്കലും എന്തായാലും ചെന്ന് പറയണ്ട, പ്രീതിയോട് ഈ കാര്യം ചെന്ന് പറയണ്ട, ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് പെണ്ണ് കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.